ഫ്രണ്ടിനെ കാണാനുണ്ട്. നീ അതുകൊണ്ട് ബസ്സിൽ പോകും. എന്നാലും ആ തിണ്ടി ഇത് ഏത് ഫ്രണ്ടിനെയാ കാണാൻ പോകുന്നത്? എന്റെ ഹോസ്റ്റല് ഇവിടെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കുറച്ച് ദിവസമായിട്ട് ഒരുത്തൻ ഇവിടേക്ക് തന്നെ നോക്കി നിൽക്കാം. അന്ന് തിയേറ്ററിലുണ്ടായ പ്രശ്നം നിനക്കും അറിയാമല്ലോ. എനിക്കെന്തോ ഒരു പേടി പോലെ. ഞാനുള്ളപ്പോൾ അവൾ ഒരിക്കലും ഒറ്റയ്ക്കായി പോവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ഇനി എന്ത് തേങ്ങയ്ക്കാടി ഇവിടെ ഇരിക്കുന്നേ? ബസ് പോയത് കണ്ടില്ലേ? അത് കയറാതെ നീ ആരെ കിട്ടിക്കാനാ ഇവിടെ ഇരിക്കുന്നേ? വാ, വന്ന് കയറ്, ഒരുമിച്ച് പോവാം. ആ വന്നോ? എന്താടാ ഒരു കിണി? അതെന്താ, എനിക്ക് ചിരിക്കാനും പാടില്ലേ? പാടുണ്ട്, പക്ഷേ എന്നത്തെയും പോലെ അല്ലല്ലോ. ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ, അതാ ചോദിച്ചത്. അതൊക്കെ ഉണ്ടാകും. നീ എന്റെ വായിൽ നോക്കിക്കാതെ വല്ലതും കഴിക്കാൻ എടുത്തു വെക്കും മാഡം. ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം. ഓക്കേ? ജെനി, ദേ നിന്റെ ബസ് വരുന്നു. അല്ല, നീ പോണില്ലേ? അത് പിന്നെ ഞാൻ അടുത്ത ബസ്സിൽ പൊക്കോളാം. ഓ, ഓക്കെ ഡി. നിന്നോടാരാ ബൈക്കിൽ കയറാൻ പറഞ്ഞേ? അത് പിന്നെ ഞാൻ ഏയ്, എന്തായാലും കേറിയതല്ലേ, ഇറങ്ങാൻ നിൽക്കണ്ട. ഇറങ്ങണ്ടാന്ന്, ഒരുമിച്ച് പോവാം. വണ്ടി എടുക്കട്ടെ? എന്തായി ദേവു, ജോലികളൊക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു. ജിത്തുവിന് കഴിക്കാൻ കൊടുത്തു വിടണമല്ലോ, അതുകൊണ്ട് ഉച്ചക്കുള്ളതൊക്കെ രാവിലെ തന്നെ റെഡിയാക്കും. അവിടെ അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാൻ കാണും, അതും കഴിഞ്ഞു. അതാ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി.
അല്ല, അവിടുത്തെ കണവൻ വിളിച്ചാ? ഇതുവരെ വിളിച്ചില്ല. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ രണ്ടിന്റെ കാര്യം ഏകദേശം തുല്യമാണ്. ഫിലിപ്പ് അബ്രോഡുള്ളതും ആനന്ദ് നാട്ടിലുള്ളതും ഒരുപോലെ. രണ്ടിനെയും കാണാൻ കിട്ടില്ല. ഇവിടുത്തെ ആളെ ഞാൻ കണ്ടത് ഈ ആഴ്ച 2 ദിവസം. അങ്ങാര് പിന്നെ ഹോസ്പിറ്റലിൽ പെറ്റ് കിടക്കുവാണല്ലോ. അതെ അതെ, എന്റെ ദേവു, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടിനും വർക്ക് കഴിഞ്ഞുള്ളൂ. എന്ത് ഇച്ഛാന്റെ ബാക്കിയാ ജെറി. എപ്പോഴും കമ്പനി കമ്പനി. അവനവിടുത്തെ CEO ആണെന്നാ എന്റെ വിചാരം. അവനെ ഞാൻ ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. 28 വയസ്സാകാൻ പോകുന്നു അവന്. ഉടനെ തന്നെ പിടിച്ച് കെട്ടിക്കണം. എന്നാലേ അവന് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വർക്ക് കമ്പനി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. നടന്നത് തന്നെ. ഇതിനൊക്കെ ജെറി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ അവനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും. എങ്കിൽ പിന്നെ അവൻ എപ്പോൾ ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ മതി. എന്റെ ദേവു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമത്തിലാക്കാതെടി. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല നീ. അവന്റെ സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. അതും ശരിയാ. നീ എന്തായാലും അവന് വേണ്ടി അലയൻസ് നോക്കുന്ന കാര്യം രഹസ്യമായിട്ട് തന്നെ വെച്ചാൽ മതി. വേറെ ആരോടും ഇപ്പം പറയണ്ട. നമുക്ക് എന്തായാലും ഒരു പാവം കൊച്ചിനെ കിട്ടുമെന്നേ. പാവം പിള്ളേരൊന്നും വേണ്ട എന്റെ ദേവു. അവന്റെ സ്വഭാവത്തിന് പറ്റിയ ഒന്നിനെ കിട്ടിയാൽ മതി. 1 പറഞ്ഞാൽ തിരിച്ച് 9 പറയാൻ പറ്റുന്ന ആളായിരിക്കണം. എന്നാൽ മാത്രമേ അവൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് പാവം പിള്ളേരൊന്നും അവന് ശരിയാകിയല്ല. അതുകൊള്ളാം. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരമ്മ അവന്റെ മോന് വേണ്ടിയിട്ട് പാവം പെൺകുട്ടികളൊന്നും വേണ്ടെന്ന് പറയുന്നത്. എങ്ങനെ പറയാതിരിക്കും? അത്രയ്ക്ക് നല്ലതാണല്ലോ എന്റെ മോന്റെ സ്വഭാവം. നമുക്ക് കിട്ടുമെന്നേ അവന് പറ്റിയൊന്നിനെ. കിട്ടിയാ മതിയായിരുന്നു. അപ്പൊ പിന്നെ ഈ ടെൻഡർ നമുക്ക് ഉറപ്പിക്കാല്ലേ? യാ, ഓഫ് കോഴ്സ്. അതാ കാലനല്ലേ? കൂടെ ഏതാ പെണ്ണ്? ഇനി ഇങ്ങാരുടെ ഗേൾഫ്രണ്ട് ആയിരിക്കും. അല്ല, ഇങ്ങാരെയൊക്കെ ആരെങ്കിലും പ്രേമിക്കൂ? ആ അവിഞ്ഞ ചിരി കണ്ടില്ലേ? ചിലപ്പോ അത് കണ്ടായിരിക്കും അവള് വീണത്. വഷള. അല്ല, എനിക്കെന്താ? അങ്ങാരെ എന്ത് വേണേലും ചെയ്യട്ടെ. സെറാ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഓ, നയൻതാര ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഇന്നലത്തെ വെള്ളപ്പൊക്കത്തിന് ഒലിച്ചുപോയി. നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? ആ, ഉണ്ടായിരുന്നു. എന്തേ? ഏയ്, ഒന്നുമില്ല. കണ്ടില്ലായിരുന്നു, അതാ. ആ, എന്താ മാനേജർ സാർ, നിങ്ങൾ എന്നെ മിസ് ചെയ്തോ? എന്തിനു? അല്ല, അങ്ങയുടെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. പിന്നെ മിസ് ചെയ്യാൻ പറ്റിയൊരു സാധനം. ആ, എനിക്ക് എന്താണോ കുഴപ്പം? നേരത്തെ തന്റെ കൂടെ ഇളിച്ചോണ്ട് വരുത്തിയിരുന്നില്ലേ? അവളെ കാര്യം കൊള്ളാടോ ഞാൻ. വാട്ട്? ഏയ്, ഒന്നുമില്ല. ഇന്നാ തന്റെ ബാലൻസ്. കണ്ണും തെള്ളി നിൽക്കാതെ പോകാൻ നോക്കണം സാർ. ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എനിക്കെന്ത് പ്രോബ്ലം? നിങ്ങൾ ഇവിടെ നിൽക്കുകയോ കിടക്കുകയോ എന്ത് വേണേലും ചെയ്യും. ഐ ഡോണ്ട് കെയർ. എന്ത് ചെയ്താലും പ്രോബ്ലം ഇല്ല? ഇല്ല.
വിടടോ, തനിക്കിത് എന്തിന്റെ സൂക്കേടാ? കയ്യിന്ന് വിടടോ കാല. ദേ, കളിക്കല്ലേ, ആൾക്കാർ നോക്കുന്നു. നോക്കട്ടെ, ഐ ഡോണ്ട് കെയർ. തനിക്കെന്താടോ ഭ്രാന്ത? അത് നിന്റെ മാമന്. പിന്നെ എന്നാത്തിനാടോ താൻ എന്റെ കൈ കയറി പിടിച്ചേക്കുന്നേ? അത് താൻ നിന്ന് ചിണുങ്ങാതെ കാര്യം പറഞ്ഞു, ഇല്ല തന്റെ മൂക്കിടിച്ച് ഞാൻ പപ്പടാക്കും. ഓ പിന്നെ എന്താ തനിക്ക് കാണണോ? ഓ വേണ്ട. എങ്കി കയ്യിന്ന് വിടടോ. അയ്യ, കൈ പിടിക്കാൻ പറ്റിയൊരു സാധനം. പിന്നെ താൻ മൈലാഞ്ചി ഇടാനാണോടോ എന്റെ കൈ കയറി പിടിച്ചേ? ആ പിന്നെ എനിക്ക് അതല്ലേ പണി. പിന്നെന്ത് തേങ്ങക്കാടോ? ദേ ഇതിനും. നിന്റെ ഓവർ ഡെഡിക്കേഷൻ കാരണം നീ ഈ കട പൂട്ടിക്കുമല്ലോ മോളെ. ബാലൻസ് 50 രൂപയ്ക്ക് എന്തിനടി നീ 80 രൂപ എടുത്ത് തന്നേ? അത് പെട്ടെന്ന് എടുത്തപ്പോ പറ്റിയതാ. ഓ വെരി ഗുഡ്. ആ കണ്ണ് ഇനിയും തള്ളിയാലേ താഴെ വീഴും. താൻ പോടും. എന്നിട്ട് നീ എന്തിനാ പോണേ? പോടോ കാല. നല്ല എഴുത്താണല്ലോ. എന്താ അസൈൻമെന്റ് ആണോ? അതെ ഈച്ച, എഴുതി എഴുതി എന്റെ കൈ ഒടിഞ്ഞു. ആയിഷ്, ഇതൊക്കെ നിസ്സാരമല്ലേ? എങ്കി പിന്നെ ബാക്കി ഇച്ച എഴുതിത്താ വാ. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തേക്കുന്നു. ഐ ശരി, പൊക്കോണം. പിന്നെ ഇങ്ങനെ ഒച്ചിരിപ്പിരുന്ന് എഴുതിയ കൈക്കും വേദന ഉണ്ടാകും, അതുപോലെ തന്നെ നടുവിനും. അതുകൊണ്ട് എണീറ്റ് വന്നേ, ഇനി കഴിച്ചിട്ടൊക്കെ വന്നെഴുതാം വാ. ഈ പേപ്പർ ഫിനിഷ് ആക്കിയിട്ട് വരാച്ച. എങ്കി അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ പെട്ടെന്ന് വന്നേക്കണം. മമ്മിയോട് ഫുഡ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നിന്നെ താഴത്ത് കണ്ടില്ലെങ്കിൽ പിന്നെ മമ്മി ഇങ്ങോട്ടേക്ക് വരും. മമ്മി ഇങ്ങോട്ടേക്ക് വന്നാ പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് വന്നേക്കണം. അയ്യോ അറിയാമേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ഇച്ച താഴേക്ക് വയ്ക്കൂ. ജെനി പറ, മമ്മി പറ, നീ പറ. ഇവിടെ എന്താ കഥകളിയുടെ പ്രാക്ടീസ് നടക്കുന്നുണ്ടോ? അത് പിന്നെ ഇച്ച, നമ്മുടെ പള്ളിയിലെ സ്റ്റെഫി ചേച്ചി അറിയില്ലേ? ഏത് സ്റ്റെഫി? എടാ, പുത്തൻപുരയ്ക്കൽ ഡേവിസ് അച്ചായന്റെ മകള് സ്റ്റെഫി. ഓ ആ സ്റ്റെഫി. അവൾക്ക് എന്തു പറ്റി? ആ ചേച്ചിക്കൊന്നും പറ്റിയില്ല. ഞങ്ങൾ ഇന്നലെ പള്ളിയിൽ പോയില്ലേ ഇച്ച. അപ്പോ ഡേവിസ് അങ്കിള് മമ്മ വന്ന് കണ്ട് ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. എന്ത്? അത് പിന്നെ ഇച്ചാനെ കൊണ്ട് ആ ചേച്ചിയെ കെട്ടിക്കാൻ, ഐ മീൻ ഒരു മാരേജ് പ്രപ്പോസൽ തന്നെ. അതേടാ മോനെ, നിനക്കിപ്പോ തന്നെ 28 തുടങ്ങാറായി. ഞാൻ ആലോചിച്ചപ്പോ ഇത് നല്ലൊരു ബന്ധമാണ്. ആ കൊച്ച് നല്ല സ്മാർട്ടാണ്, പള്ളിയിലെ കൊയറിലൊക്കെ ഉണ്ട്. ഇപ്പൊ അത് നീ ഹൈസ്കൂളിൽ പഠിച്ച സ്കൂളില്ലേ, അവിടെ ടീച്ചറായി കയറുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോ എന്തുകൊണ്ടും നിനക്ക് ചേരുന്നൊരു ബന്ധമായത്. നിനക്ക് സമ്മതമാണേ നമുക്ക് നാളെ തന്നെ അവിടം വരെ ഒന്ന് പോകാം. എനിക്ക് സമ്മതം അല്ലെങ്കിലോ? എടാ ചിരി, ഞാൻ പറയുന്നേന്ന്. എന്റെ മമ്മ, എനിക്ക് 28 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. കല്യാണത്തെ പറ്റിയുള്ള ഒരു ചിന്ത ഇതുവരെ എനിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോ ഞാൻ മമ്മിയോട് തന്നെ പറയാം. ഇപ്പൊ എന്നെ ഒന്ന് വെറുതെ വിടും. പിന്നെ ഡേവിസ് അങ്കിളിനെ വിളിച്ച് ഇപ്പൊ തന്നെ പറഞ്ഞേക്ക് എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു?
ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇച്ച സമ്മതിക്കില്ല എന്ന്. നീ മിണ്ടരുത്. അയ് ശരി, ഇച്ച സമ്മതിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്തു? നീയൊക്കെ രണ്ടും കണക്കാ. ഞാൻ പറയുന്ന എന്തേലും അനുസരിച്ച് ചരിത്രമുണ്ടോ? അയ് ശരി, ഞാനിപ്പോ ആരായി? ഭാര്യയെ പതിവില്ലാതെ ചിലരൊക്കെ ഭയങ്കര ഹാപ്പിയാണല്ലോ. അതെ അതെ, ഞാനും ശ്രദ്ധിച്ചു. ഇതെന്ത് കൂട്ട്? എനിക്ക് എന്താ ഹാപ്പി ആയിട്ടിരിക്കാൻ പാടില്ലേ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല. പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നീ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. എങ്കിൽ ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല. ഐ ശരി, ഇപ്പൊ അങ്ങനായ. മോനെ ജിത്തൂട്ടാ, എന്തേനു? കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് പോടി. ഓ, നൈസായിട്ട് ഒഴിവാക്കുവാണല്ലേ. അതറിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നവനെ നമുക്ക് എന്ത് ചെയ്യണം ആനന്ദ്? ഓ, നിങ്ങളൊന്നും ചെയ്യണ്ടേ, ഞാൻ പോയേക്കാമീ. വയസ്സാം കാലത്താ രണ്ടിന്റെ റൊമാൻസ്. എന്നാ ഞാനങ്ങോട്ട്. അല്ല, നീ ഇതുവരെ പോയില്ലേ? ഇതിനെന്താ എന്തെങ്കിലും സംസാരിച്ച ഫുൾ ടൈം ആറ്റിറ്റ്യൂഡിട്ടിരിപ്പാണല്ലോ. ഇതിലും ഭേദം ബസ്സിൽ പോണതായിരുന്നു. അതാകുമ്പോൾ പാട്ടൊക്കെ കേട്ട് വൈബായിരുന്നു. ഇതൊരുമാതിരി മരണ വീട്ടിലെ പോലെയായി. പക്ഷേ ഇതും കൊള്ളാം. പണ്ട് ഈ വഴിയൊക്കെ എന്ത് ഹാപ്പി ആയിട്ടാ സ്കൂളിൽ പോയിട്ട് വന്നോണ്ടിരുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറെക്കുറെ എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്. വൈൻ ഷോപ്പ്. ശിവ, ദേ നോക്കിയേ ശിവ, വൈൻ ഷോപ്പ്. നമ്മള് പണ്ട് സ്കൂൾ കെട്ടി കയറുന്നേ. ദേ നോക്കിയേ. ഞാനിതിപ്പോ എന്താ ചെയ്തേ? ഇതെന്താ ഇവിടെ നിർത്തിയ? വാ, ഇറങ്ങ്.